അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ അടുത്ത് വലിയ വാർത്തയായി വന്ന ഒരു വിഷയമാണ് സമസ്ത 100-ാം വാർഷികം. ഈ വാർഷികം ആര് കൊണ്ടാടണം? ഈ ചർച്ചയിൽ ഒരു വിഭാഗം പറയുന്നു ഞങ്ങളാണ് അതിന് അവകാശികൾ, മറ്റൊരു വിഭാഗം പറയുന്നു ഞങ്ങളാണ് അതിന് അവകാശികൾ. ഈ തർക്കം കൊണ്ട് സമുദായത്തിനു എന്താണ് നേട്ടം? ആർക്കും 100-ാം വാർഷികം ആഘോഷിക്കാം. സമുദായത്തിൻ്റെ നേട്ടമാണ് ആഗ്രഹിക്കേണ്ടത്. കൊടിയിലും വടിയിലും മാസികയിലും വാരികയിലും 100-ാം വാർഷികത്തിലും മാത്രം അള്ളാഹുവിൻ്റെ ദീനിനെ ഒതുക്കാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീന് അത് പഠിപ്പിച്ചു കൊടുക്കണം. ദീനെന്ന് പറഞ്ഞാൽ വെറും ഇസ്ലാം മാത്രമല്ല. ഇസ്ലാം, ഈമാന്, ഇഹ്സാന് എന്ന് പറഞ്ഞ ഉന്നത ഒരവസ്ഥയുണ്ട്. ഇതാണ് ദീനിൻ്റെ പൂർത്തീകരണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ ബഹുമാനപ്പെട്ട മുഖറബായിരിക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ദീനിനെ പഠിപ്പിച്ചു കൊടുത്തതും ദീനിനെ മനസ്സിലാക്കി കൊടുത്തതും നമുക്കൊക്കെ അറിയാമല്ലോ. ഹദീസു ജിബ്രീൽ എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും ബുഖാരിയിലും മുസ്ലിമിലും ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ അവിടുത്തെ ഹദീസിൻ്റെ കിതാബിലും വളരെ വിശദമായിട്ട് വിവരിച്ച ഒരു ഹദീസാണല്ലോ ഹദീസു ജിബ്രീൽ. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഉമ്മു സുന്ന, ഇത് ഹദീസിൻ്റെ ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അസുലുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. അപ്പം ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാകുന്ന ദീന്, ആ ദീന് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ, ദീൻ മനസ്സിലാക്കി കൊടുക്കണ്ടേ? അങ്ങനെ ദീൻ മനസ്സിലാക്കി കൊടുത്തിട്ട് വാർഷികം 100-ാം വാർഷികോ 50-ാം വാർഷികോ 500-ാം വാർഷികോ ഒരു പ്രശ്നമില്ല. അതൊന്നുമില്ലാതെ വെറും ഈ പേര് പറഞ്ഞതുകൊണ്ട് മാത്രം എന്താണ് നേട്ടം? അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, മനുഷ്യഹൃദയങ്ങളെ തൻ്റെ നാഥനിലേക്ക് അടുപ്പിക്കാൻ ഇരു സമസ്ത നേതാക്കളും തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ തർക്കം അവസാനിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.